He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. മലയുടെ എതിർവശത്തുള്ള കുന്നൻമുകളിൽ തൻ്റെ വീടിനു മുമ്പിൽ താഴ്വരയുടെ അപ്പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി പുഴയെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ നിന്നു. He was about 12 years old, a steady boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. അവന് ഏകദേശം 12 വയസ്സുണ്ടായിരുന്നു. ആരോഗ്യമുള്ള ശരീരം, ചീകിയൊതുക്കാത്ത കറുത്ത മുടി, തിളങ്ങുന്ന കണ്ണുകൾ. അവൻ്റെ മുഖം വടിവൊത്തതായിരുന്നു. ശരീരത്തിന് തവിട്ട് നിറമുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കൈകാലുകൾ പരിപരുത്തതും ചൊറിഞ്ഞ പാടുകളുള്ളവയുമായിരുന്നു. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അവൻ ചെരുപ്പിട്ടിരുന്നില്ല. ചെരുപ്പ് വാങ്ങുവാൻ പണമില്ലാതിരുന്നതുകൊണ്ടല്ല. പാറക്കല്ലുകളുടെ ചെറു ചൂടും പുല്ലിൻ്റെ തണുപ്പും അനുഭവിക്കുവാൻ അവനിഷ്ടമായിരുന്നു. It was 11 o'clock and he knew his parents wouldn't return home till evening. സമയം 11 മണിയായിരുന്നു. വൈകുന്നേരമാകാതെ അച്ഛനും അമ്മയും മടങ്ങി വരില്ലെന്ന് അവൻ അറിയാമായിരുന്നു. There was a loaf of bread he could take with him, and on the way he might find some fruits. ഒരു കഷണം റൊട്ടിയുണ്ട്, അതവന് കയ്യിലെടുക്കാം. പിന്നെ വഴിയിൽ എന്തെങ്കിലും പഴങ്ങൾ കിട്ടുമായിരിക്കും. Here was the opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. കാത്തിരുന്ന കാര്യം സാധിക്കാൻ ഒരു അവസരമായിരുന്നു അത്. അമ്മയും അച്ഛനും അവനെ തനിയെ വിട്ടിട്ട് ബന്ധുക്കളെ സന്ദർശിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. If he came before dark, before they returned, they wouldn't know where he had been. ഇരുട്ട് വീഴുന്നതിന് മുമ്പ്, അവർ മടങ്ങി വരുന്നതിന് മുമ്പ്, തിരിച്ചു വീട്ടിലെത്തിയാൽ അവൻ എവിടെയായിരുന്നുവെന്ന് അവർ അറിയുകയില്ലായിരുന്നു. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. അവൻ വീട്ടിനുള്ളിലേക്ക് കയറി റൊട്ടിക്കഷ്ണം ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞു. അതിനുശേഷം എല്ലാ വാതിലുകളും ജനലുകളും അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. പുഴയിലേക്കുള്ള പാത താഴ്വരയിലേക്ക് കുത്തനെ ഇറങ്ങി വലിയ മലയെ ചുറ്റി മുകളിലേക്ക് കയറി പോകുന്നതായിരുന്നു. It was frequently used by the villagers, the woodcutters, milkmen and mule drivers, but there were no villages beyond the mountain or near the river. ഗ്രാമവാസികളും മരംവെട്ടുകാരും പാൽ വിൽക്കുന്നവരും കോർ കഴുതുകളെ നയിക്കുന്നവരുമൊക്കെ പലപ്പോഴും ആ പാതയിലൂടെ പോകുമായിരുന്നു. പക്ഷെ മലയുടെ അപ്പുറത്തോ പുഴയുടെ സമീപത്തോ ഗ്രാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. The boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and weathered face and muscles that stood out in hard, ugly lumps. അപ്പോൾ അതുവഴി വന്ന മരംവെട്ടുകാരനോട് പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്നവൻ ചോദിച്ചു. ഉയരം കുറഞ്ഞ കായബലമുള്ള ആളായിരുന്നു ആ മരംവെട്ടുകാരൻ. ചുളിവുകൾ വീണ മഴയും വെയിലുമേറ്റ് പരിപരുത്ത മുഖമായിരുന്നു അയാളുടേത്. അയാളുടെ മാംസപേശികൾ വികൃതമായ മുഴകളായി ഉരുണ്ട് നിൽപ്പുണ്ടായിരുന്നു. 7 miles, he said, which was fairly accurate. Why do you want to know? I am going to the river, said the boy. Alone? Of course. But it's too far. It will take you 3 hours to reach there, and then you have to come back. It will be getting dark. Besides, it's not an easy road. But I am a good walker, said the boy, though he had never walked further than the mile from his house to his school. 7 മൈൽ, അയാൾ പറഞ്ഞത് ഏതാണ്ട് കൃത്യമായിരുന്നു. എന്തിനാ അതറിയുന്നത്? ഞാൻ പുഴയിലേക്ക് പോവുകയാണ്, അവൻ പറഞ്ഞു. ഒറ്റയ്ക്കോ? അതെ. പക്ഷേ അത് വളരെ അകലെയാണ്. 3 മണിക്കൂർ എടുക്കും നീ അവിടെ ചെല്ലാൻ. പിന്നെ തിരികെ വരികയും വേണം. അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങും. അതിനു പുറമെ ഇത് സുഗമമായൊരു വഴിയല്ല. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള 1 മൈലിൽ കൂടുതൽ അതിനു മുമ്പ് നടന്നില്ലായിരുന്നുവെങ്കിലും അവൻ പറഞ്ഞു, ഞാൻ ധാരാളം നടക്കുന്ന ആളാണ്. നടപ്പ് എനിക്ക് വിഷമമുള്ള ഒരു കാര്യമല്ല. The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. പാത കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അവന് കൂടുതൽ സമയവും ഓടേണ്ടതായി വന്നു. തല ചുറ്റിക്കും വിധം വളഞ്ഞുള്ള ആ പാതയിൽ 1-2 പ്രാവശ്യം അവൻ്റെ കാൽ തെന്നുകയും ചെയ്തു. The hill was covered with lush green ferns.
The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. തഴച്ചു വളർന്ന പന്നൽ ചെടികൾ കുന്നിനെ ആവരണം ചെയ്തിരുന്നു. വള്ളിച്ചെടികൾ മരങ്ങളെ ചുറ്റി വളർന്നിരുന്നു. ഇലകളുടെയും പന്നൽ ചെടികളുടെയും ഇടയിലൂടെ ഒരു വലിയ കാട്ടുഡാലിയ അതിൻ്റെ സ്വർണ്ണ നിറമുള്ള ശിരസ് ഉയർത്തി നിന്നിരുന്നു. Soon the boy was in the valley, and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. അവൻ പെട്ടെന്ന് താഴ്വരയിലെത്തി. വളവുകളില്ലാത്ത പാത നേരെ മലമുകളിലേക്ക് ഉയർന്നു കിടന്നു. എതിരെ ഒരു പെൺകുട്ടി വരുന്നത് അവൻ കണ്ടു. അവളുടെ കയ്യിൽ ഒരു അരിവാളുണ്ടായിരുന്നു. കരചലനത്തിൽ കിലുങ്ങിയ കൈവളുകളുടെ സംഗീതാത്മകമായ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കൈകൾ അവയുടേതായ ഭാഷയിൽ സംസാരിക്കുകയാണെന്ന് തോന്നി. How far is it to the river? asked the boy. The girl had obviously never been to the river, or she may have been thinking of another one, because she said, 20 miles, without any hesitation. പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്? അവൻ ചോദിച്ചു. ഒന്നുകിൽ അവൾ പുഴയിൽ പോയിട്ടേ ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അവൾ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ യാതൊരു സംശയം കൂടാതെ അവൾ പറഞ്ഞു, 20 മൈൽ. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head, a flash of red and green. അവൻ ചിരിച്ചുകൊണ്ട് പാതയിലൂടെ താഴേക്ക് ഓടിപ്പോയി. അത്യുച്ചത്തിൽ ചിലച്ചുകൊണ്ട് പച്ചയും നീലയും കലർന്ന ഒരു മിന്നൽ പോലെ ഒരു തത്ത അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. The bird disappeared amongst the trees. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. ആ പക്ഷി മരങ്ങൾക്കിടയിൽ മറഞ്ഞു. മലയുടെ വശത്ത് നിന്ന് വന്ന ഒരു നീരൊഴുക്കിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അവൻ നിന്നു. കുത്തിത്തുളയ്ക്കുന്ന തണുപ്പുണ്ടായിരുന്നെങ്കിലും ആ വെള്ളം ഉന്മേഷം പകരുന്നതായിരുന്നു. എന്തായാലും ആ ജലം അവനെ കൂടുതൽ ദാഹമുള്ളവനാക്കിയതുപോലെ തോന്നി. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. സൂര്യകിരണങ്ങൾ മലയുടെ വശത്തേക്ക് തട്ടിത്തുടങ്ങിയിരുന്നു. പൊടിമൂടിയ പാത കൂടുതൽ ചൂട് പിടിച്ചു. കല്ലുകൾ അവൻ്റെ പാദങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ തോന്നി. പകുതി ദൂരം കടന്നു കഴിഞ്ഞിരുന്നുവെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഒരു മണിക്കൂറിലേറെയായി അവൻ നടക്കാൻ തുടങ്ങിയിട്ട്. Presently he saw another boy ahead of him, driving a few goats down the path. How far is the river? he asked. The village boy smiled in a friendly way and said, Oh, not far, just round the next hill and straight down. പെട്ടെന്ന് മറ്റൊരു കുട്ടിയെ അവൻ മുമ്പിൽ കണ്ടു. അവൻ കുറേ ആടുകളെ പാതയിലൂടെ താഴേക്ക് നയിച്ചുകൊണ്ടുവരികയായിരുന്നു. പുഴ എത്ര അകലെയാണ്? അവൻ ചോദിച്ചു. ഒരു കൂട്ടുകാരനെ പോലെ ചിരിച്ചിട്ട് അവൻ പറഞ്ഞു, ഓ, അധികം ദൂരെയല്ല. അടുത്ത കുന്നു ചുറ്റി നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. വിശപ്പ് തോന്നിയതിനാൽ അവൻ പൊതിയഴിച്ച് റൊട്ടിയെടുത്ത് രണ്ടായി പകുത്ത് ഒരു കഷ്ണം ഗ്രാമവാസിയായ ബാലന് നൽകി. കുന്നിൻ ചെരുവിലിരുന്ന് നിശബ്ദരായി അവരത് കഴിച്ചു. When they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. റൊട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ അടുത്ത കൂട്ടുകാരെ പോലെ വാതോരാതെ സംസാരിച്ചുകൊണ്ട് നടന്നു. കാലിലെ കുത്തിത്തുളയ്ക്കുന്ന വേദനയോ വെയിലിൻ്റെ ചൂടോ നടന്നു കഴിഞ്ഞ ദൂരമോ ഇനി നടക്കാനുള്ള ദൂരമോ ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകേണ്ടതായി വന്നു. അവൻ വീണ്ടും ഒറ്റയ്ക്കായി. He missed the village boy. He could not be seen. His own home was also hidden from the view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. He was determined to see the river. ഗ്രാമീണ ബാലനെ അവന് നഷ്ടമായി. ഇനി അവനെ കാണാൻ കഴിയില്ല. അവൻ്റെ വീടും മലഞ്ചെരുവിനാൽ മറയ്ക്കപ്പെട്ടു. നദിയും ഇതുവരെ കാഴ്ചയിൽപ്പെട്ടില്ല.
റൊട്ടി മുഴുവൻ തീർത്തതിനാൽ അവന് വിഷമം തോന്നി. അത് പിന്നീട് ആവശ്യം വന്നേക്കുമായിരുന്നു. പുഴ കാണാൻ അവൻ തീരുമാനിച്ചിരുന്നു. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. ചൂടുപിടിച്ച പൊടിമൂടിയ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ മൺകുടിലുകളും തട്ടുകളായി തിരിച്ച കൃഷിയിടങ്ങളും കടന്ന് കുടിലുകളും കൃഷിയിടങ്ങളും അവസാനിക്കുന്നത് വരെ അവൻ നടന്നു. കാടും സൂര്യനും ഏകാന്തതയും മാത്രം. ഇപ്പോൾ മനുഷ്യനോ മനുഷ്യസമ്പർക്ക ലക്ഷണമോ അവിടെ എങ്ങുമില്ല. മരങ്ങളും പാറകളും മുള്ളുക നിറഞ്ഞ കുറ്റിച്ചെടികളും മാത്രം. നിശബ്ദത മാത്രം. The silence was impressive and a little frightening. It was different from the silence of a room or a street. It was the silence of space, of the unknown, the silence of God. Then as the boy rounded a sharp bend, the silence broke into sound. ആദരണീയവും അല്പം ഭയം ജനിപ്പിക്കുന്നതുമായിരുന്നു ആ നിശബ്ദത. ഒരു മുറിയിലെയോ തെരുവിലെയോ നിശബ്ദതയിൽ നിന്ന് വിഭിന്നമായിരുന്നു അത്. അത് അനന്തമായ ആകാശത്തിൻ്റെ അജ്ഞാതമായതിൻ്റെ നിശബ്ദതയായിരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നിശബ്ദത. പിന്നെ അവൻ ഒരു കൊടും വളവ് തിരിഞ്ഞപ്പോൾ നിശബ്ദത മാറി ശബ്ദം കേട്ടു തുടങ്ങി. A sudden roaring sound, the sound of the river. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. ഒരു അലർച്ചയുടെ ശബ്ദം, പുഴയുടെ ശബ്ദം. പുഴ പാറകൾക്ക് മുകളിലൂടെ ഒഴുകി താഴ്വരയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവൻ നെടുവേർപ്പെട്ടുകൊണ്ട് ഓടി. തെന്നുകയും വീഴാൻ തുടങ്ങുകയും ചെയ്തിട്ടും അവൻ ഓടി. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. കൊടും തണുപ്പുള്ള പുഴയിൽ കണങ്കാൽ വരെ വെള്ളത്തിൽ അവൻ നിന്നു. നീലയും വെള്ളയും കലർന്ന നദീജലം അവൻ ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു. Dear children, hope you have enjoyed this video. Please subscribe for more videos.